ജഗത എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? അസുഖക്കാരിയാണോ ഇങ്ങനെ കടുത്ത പണികൾ ചെയ്യുന്നത്? അസുഖക്കാരിയോ? ആർക്കാ അസുഖം? ഒളിക്കാൻ നോക്കണ്ട ചന്ദ്രികാമേ. ഇന്നലെ രാത്രി നെഞ്ചുവേദന വന്നതും ആശുപത്രിയിൽ കൊണ്ടുപോയതുമൊക്കെ മീനാക്ഷി എന്നോട് പറഞ്ഞു. ഓ, അതാണോ? അത് വെറും ഗ്യാസിന്റെ പ്രശ്നം. വീട്ടിൽ വെച്ചു ഈ അസുഖം വന്നിട്ടുണ്ട്. മരുന്ന് കഴിക്കുമ്പോ വിട്ടു മാറിക്കോളൂ. ഈ അസുഖമുള്ളവര് ദേഹം അനങ്ങി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. അങ്ങനെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. കൊള്ളാം, നല്ല കഥയായി. സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അത്രയും സീരിയസ് ആയ അസുഖത്തെയാണോ ഇങ്ങനെ ലാഘവത്തോടെ കാണുന്നത്? ഇന്നലെ നെഞ്ചുവേദന വന്ന് ആശുപത്രി പോയ കാര്യം ചന്ദ്രികാമ്മ മനോജിനോടും ഹരിതയോടും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. പറയണമായിരുന്നു. ചന്ദ്രികാമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മനോജിനോട് പറയാം. പറയട്ടെ? അയ്യോ വേണ്ട, സൗകര്യം പോലെ ഞാൻ പറഞ്ഞോളാം. പറയണം. ടെൻഷൻ പാടില്ലെന്നും കഠിനമായ പണിയെടുക്കരുതെന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്? വെറും ഗ്യാസ് ആണെന്നൊക്കെ പറഞ്ഞ് അവഗണിച്ച ആപത്ത ചന്ദ്രികാമേ. ഞാൻ മീനാക്ഷി ഇങ്ങോട്ട് അയക്കാം. ബാക്കിയുള്ള പണിയൊക്കെ അവള് ചെയ്തോളും. ചന്ദ്രികാമ്മ പോയി വിശ്രമിക്ക്. സ്വന്തം ജീവനെ പോലും വകവെക്കാതെ മരുമോളെ സേവിക്കേണ്ട ഒരു ഗതികേട്. കഷ്ടം തന്നെ. മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഒരു സന്തോഷല്ലേ? അത് ചന്ദ്രികാമ്മയുടെ മനസ്സ്. പക്ഷെ ആ മനസ്സ് തിരിച്ചറിയാൻ ചന്ദ്രികാമ്മയുടെ മക്കൾക്കോ മരുമക്കൾക്കോ ഒന്നും കഴിയുന്നില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ ചന്ദ്രികാമ്മയോട് പറയാം. എന്റെ മോള് സുചിത്രയ്ക്ക് നൊന്തുപറ്റ എന്നേക്കാൾ ഇഷ്ടം അമ്മായി അമ്മയായ ചന്ദ്രികാമ്മയോടാ. അതെനിക്കറിയാം. മാധവേട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു ആശ്വാസം സുചിത്ര കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാ. അവള് ഞങ്ങളുടെ മോളാ. മരുമക്കളെ മക്കളായി കാണുന്ന ചന്ദ്രികാമ്മയ്ക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ ഉള്ളിലൊരു സങ്കടം. സൂക്ഷിക്കണേ ചന്ദ്രികാമ്മേ. ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ വൈകാതെ ചെയ്യണം. പണത്തിന്റെ കാര്യത്തില് വിഷമിക്കണ്ട. ഞാൻ പണിയെടുത്തുണ്ടാക്കിയ കുറച്ച് പൈസ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്.